നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതി, അതായത് 1201-ാം ആണ്ട് ചിങ്ങമാസം 9-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം ഉത്രൻ നക്ഷത്രമാണ്. അപ്പം ഇന്നത്തെ നക്ഷത്രം ഉത്രൻ നക്ഷത്രം, തിങ്കളാഴ്ച, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന ദിവസമാണ്. വളരെ പുരോഗതിക്കിടവരുന്ന കാലയളവാണ്. അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. വളരെ നേട്ടത്തിനിടവരുന്ന കാലയളവാണ്. സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം പ്രദാനം ചെയ്തു തരും. ഇപ്പോൾ സാമ്പത്തിക പുരോഗതിയോടുകൂടി ജീവിക്കാൻ ഇടവരുന്ന ഒരു അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്തു തരും. ഇപ്പോൾ ഉന്നതിക്കും ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ജാതകപ്രകാരം പ്രദാനം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിന് വേണോ നമുക്ക് ഇറങ്ങാം. ശുഭകാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർഷത്തെ ഫലത്തെ ചെയ്യുന്നതാണ് ചിങ്ങമാസത്തിലെ ഉത്രൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും. നിങ്ങൾക്കിതാ പുരോഗതി വരാൻ പോകുന്നു. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ സാധിക്കും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ സാധിക്കും. അതുപോലെ വിദേശ യാത്രയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. ഇല്ല, നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സാഹചര്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. എന്താണ് നമ്മളുടെ ദൗത്യം, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യണം. അത് വിജയിപ്പിച്ച് തരും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. 7:51 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 9:24 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിൽ യമകണ്ഠ കാല സമയം വരുന്നത് 10:55 തൊട്ട് 12:27 വരെയും, ഗുളികകാല സമയം വരുന്നത് 1:58 തൊട്ട് 3:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:03 തൊട്ട് 12:51 വരെ ഉള്ള സമയം അഭിജിത്ത് മുഹൂർത്തമാണ്. അല്ലാതെ തന്നെ നമുക്ക് മുഹൂർത്തമുണ്ട്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ വെളുപ്പ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.